ഹരേ കൃഷ്ണ. പൂന്താനം കൊട്ടിയൂർ ക്ഷേത്രത്തിൽ സപ്താഹത്തിന് പോയ കഥ കേട്ടാലോ? വടക്കൻ കേരളത്തിൽ ഉള്ള ഒരു ശിവക്ഷേത്രമാണല്ലോ കൊട്ടിയൂർ. വർഷത്തിൽ വളരെ കുറച്ചു കാലത്തേക്ക് മാത്രമേ ഈ ക്ഷേത്രം തുറക്കാറുള്ളൂ. ആ കാലങ്ങളിൽ പൂജയ്ക്കും ആരാധനയ്ക്കുമായി ആൾക്കാർ വരുന്നതല്ലാതെ ശേഷിച്ച ദിവസങ്ങളിൽ ആരും അങ്ങോട്ട് പോകാറില്ല. അതിനാൽ തന്നെ ക്ഷേത്രവും പരിസരവും കാടുപിടിച്ചു കിടക്കും. പൂന്താനം ഒരു വലിയ കൃഷ്ണഭക്തനായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ കൃഷ്ണഭക്തി എല്ലാവർക്കും അറിയാവുന്നതാണ്. പൂന്താനത്തിനെ പല അപകടങ്ങളിൽ നിന്നും പലപ്പോഴും ഗുരുവായൂരപ്പൻ കാത്തുരക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പൂന്താനത്തിൻ്റെ ഭക്തിസാന്ദ്രമായ ഭാഗവത വായനയും വ്യാഖ്യാനവും കേൾക്കാൻ ആ കാലത്തും ദൂരെ ദിക്കിൽ നിന്നു പോലും ആൾക്കാർ വരുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പൂന്താനം കൊട്ടിയൂർ അമ്പലത്തിൽ ദർശനത്തിനായി പോയി. കൊട്ടിയൂർ അമ്പലത്തിലെത്തിയ പൂന്താനം അവിടെ നദിയിൽ കുളിച്ചു ഭഗവാനെ തൊഴുത് പുറത്തേക്ക് വന്നു. അപ്പോൾ അവിടെ കൂടിയ ഭക്തർ പൂന്താനത്തിനോട് ഒരു ദിവസമെങ്കിലും ഭാഗവത പാരായണം നടത്തണം എന്നു നിർബന്ധിച്ചു. എല്ലാവരുടെയും നിർബന്ധവും പിന്നെ ആ സുന്ദരമായ സ്ഥലത്തിൻ്റെ പ്രത്യേകതയും കൂടാതെ മഹാദേവൻ്റെ സാന്നിധ്യവും കാരണം അവിടെ കുറച്ചുനാൾ താമസിക്കാം എന്ന് പൂന്താനവും കരുതി. അദ്ദേഹം അങ്ങനെ സന്തോഷത്തോടെ അവരുടെ ആവശ്യം അംഗീകരിച്ചു. പൂന്താനം അവിടെ താമസിക്കാനും തുടങ്ങി. എന്നിട്ട് കൊട്ടിയൂരപ്പൻ്റെ തിരുമുമ്പിൽ പൂന്താനം ഭാഗവത പാരായണം ആരംഭിച്ചു. കേൾവിക്കാരായി കുറച്ചു പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പഴയ കാലമാണെന്ന് ഓർമ്മിക്കണം. ആ സമയത്ത് ബസ്സോ മറ്റു വാഹന സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ കൂടിയിരുന്നവരെല്ലാം ഭക്തി നിർഭരമായ പൂന്താനത്തിൻ്റെ ഭാഗവത പാരായണം ആസ്വദിച്ചു. പൂന്താനം ഭാഗവത പാരായണം ചെയ്ത് ദശമസ്കന്ധത്തിലെത്തി. ഭഗവാന്റെ കൃഷ്ണാവതാരം വർണ്ണിച്ചു, ബാലലീലകളും വർണ്ണിച്ചു, രുക്മിണി സ്വയംവരം പൂർത്തിയാക്കി. ഇനി പിറ്റേ ദിവസം വായിക്കേണ്ടത് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ കർഹിച്ചിത് അധ്യായമായിരുന്നു. ആ അധ്യായത്തിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ, കൃഷ്ണനും രുക്മിണിയും തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പിണക്കം ഉണ്ടാവുന്ന രംഗമാണ്. അതായത് ശ്രീകൃഷ്ണ രുക്മിണി സംവാദം, ദമ്പതി വിനോദം അവിടെ എത്തി. ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തയായ രുക്മിണിയെ പരീക്ഷിക്കാൻ വേണ്ടി തമാശയ്ക്ക് ഇങ്ങനെ പരിഹസിക്കാൻ തുടങ്ങി. ശിശുപാലനെ പോലെ എത്രയോ വലിയ മഹാരാജാക്കന്മാർ ഇരിക്കെ എന്തിനാണ് എന്നെ പ്രണയിച്ചത് എന്നും മറ്റുമുള്ള പരിഹാസം താങ്ങാനാവാതെ രുക്മിണി ദേവി മോഹാലസ്യപ്പെട്ടു. ഒരു കളിതമാശയ്ക്ക് വേണ്ടി അങ്ങനെ പറഞ്ഞതാണെങ്കിലും രുക്മിണി ദേവി മോഹാലസ്യപ്പെട്ടു വീണത് കണ്ട് ഭഗവാൻ ദേവിയെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. ഇങ്ങനെ അവരുടെ പ്രണയകലഹവും അനുരഞ്ജനവും പ്രണയവും ഒക്കെ വളരെ രസമായി പൂന്താനം വർണ്ണിച്ചു. എന്നിട്ട് ദർഭ കൊണ്ട് ബുക്കിൽ ഒരു അടയാളം വെച്ചു. അന്നത്തെ വായനയും അവസാനിപ്പിച്ചു. വിശ്രമമൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ പൂന്താനം ക്ഷേത്രത്തിലെത്തി ഭാഗവതം വായിക്കാൻ വേണ്ടി ഗ്രന്ഥം തുറന്നു. അപ്പോൾ താൻ തലേ ദിവസം വായിച്ചു തീർത്ത അതേ ഭാഗത്താണ് ഇന്നലെ വെച്ച അടയാളം കിടക്കുന്നത്.
അതായത് ഇന്നലെ വായിക്കാൻ തുടങ്ങിയ അതേ സ്ഥലത്തു തന്നെയായിരുന്നു ഇന്നും ആ അടയാളം ഉണ്ടായിരുന്നത്. പൂന്താനം വിചാരിച്ചു, ഈ ഭാഗം ഞാൻ ഇന്നലെ വായിച്ചു തീർത്തതാണല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ അടയാളം വീണ്ടും ഇവിടെ എത്തിയത്? ഇതാരാണ് മാറ്റിവെച്ചിരിക്കുന്നത്? ഇവിടെ ആരും വന്നതായിട്ടൊന്നും തോന്നുന്നുമില്ല. അവിടെയുണ്ടായിരുന്ന മറ്റു വസ്തുക്കളൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്നുമുണ്ട്. അതിനൊന്നും ഒരു സ്ഥാനമാറ്റവുമില്ല. ഇങ്ങനെയൊക്കെ അദ്ദേഹം ചിന്തിച്ചെങ്കിലും പിന്നീട് വിചാരിച്ചു, ചിലപ്പോൾ തൻ്റെ ഓർമ്മ പിശക് ആയിരിക്കാം കാരണമെന്ന്. അങ്ങനെ തലേന്ന് വായിച്ച ഭാഗം മുഴുവനും വീണ്ടും വായിച്ചു. അന്ന് വൈകുന്നേരമായപ്പോൾ തലേ ദിവസം വായിച്ചു തീർത്ത അതേ അധ്യായത്തിൽ തന്നെ, കർഹിജിത്ത് അധ്യായത്തിൽ തന്നെ എത്തി അവിടെ ദർഭ വെച്ച് വീണ്ടും വായന അവസാനിപ്പിച്ച് താമസ സ്ഥലത്തേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ വന്ന് ഭാഗവതം തുറന്നു. അപ്പോഴും അവസ്ഥ പഴയത് തന്നെ. എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം വായിച്ചു തീർത്ത അതേ ഭാഗത്തു തന്നെ അടയാളം വീണ്ടും ഇരിക്കുന്നു. പക്ഷേ ഇന്നലെ ഇങ്ങനെയൊരു സംഭവം നടന്നതുകൊണ്ട് പൂന്താനത്തിന് നല്ല ഓർമ്മയുണ്ടായിരുന്നു ഏതു ഭാഗം വരെയാണ് താൻ വായിച്ചു തീർത്തത് എന്ന്. അങ്ങനെ പൂന്താനം അവിടെയൊക്കെ നോക്കി ആരെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ അവിടെ ഒരു കുട്ടി നിൽക്കുന്നത് കണ്ടു. പൂന്താനം ആ കുട്ടിയോട് ചോദിച്ചു, മോനെ, ഞാൻ ഇന്നലെ ഭാഗവതം ഇതുവരെ വായിച്ചിട്ട് ഈ അടയാളം ഇവിടെ വെച്ചിട്ടാണ് പോയത്. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ ഭാഗവതം തുറന്നപ്പോൾ ആ അടയാളം ഞാൻ ഇന്നലെ വായിച്ചു തുടങ്ങിയ ആ ഭാഗത്തു തന്നെയാണ് കിടക്കുന്നത്. ഇത് ചെയ്തത് നീയാണോ? അല്ലെങ്കിൽ ഇവിടെ വേറെ ആരെങ്കിലും വന്നിരുന്നോ? ഞാൻ 2 ദിവസമായി ഈ ഭാഗം തന്നെയാണ് വായിക്കുന്നത്. അപ്പോൾ കുട്ടി പറഞ്ഞു, ഏയ്, അങ്ങ് എന്താണ് ഈ പറയുന്നത്? അങ്ങ് ഈ ഭാഗങ്ങളൊന്നും ഇന്നലെ വായിച്ചിട്ടില്ല. ഈ ഭാഗം മുതൽ തന്നെയാണ് അങ്ങ് ഇന്ന് വായിക്കേണ്ടത്. അങ്ങ് വായിച്ച ഭാഗം മറന്നുപോയതാണ്. ഈ ഭാഗം മുതൽ തന്നെ വായിച്ചു തുടങ്ങിക്കോളൂ. അങ്ങനെ പൂന്താനം ആ കുട്ടി ഇത്രയും ഉറപ്പിച്ചു പറയുന്നത് കൊണ്ട് കുട്ടി പറയുന്നത് ശരിയായിരിക്കും എന്ന് കരുതി. അങ്ങനെ പൂന്താനം അന്നും ആ ഭാഗം തന്നെ വീണ്ടും വായിച്ചു. അന്നും ഈ കർഹിജിത്ത് അധ്യായം എത്തിയപ്പോൾ ഭാഗവതം അടച്ചു വെച്ച് വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ വന്നപ്പോഴും അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ല. താൻ വായിച്ചു കഴിഞ്ഞ അതേ ഭാഗത്തു തന്നെയാണ് ഇന്നും ആ ദർഭ ഇരിക്കുന്നത്. അപ്പോൾ പൂന്താനത്തിന് കാര്യം മനസ്സിലായി, ആരോ എന്നെ പറ്റിക്കുകയാണ്. പൂന്താനം ആരെങ്കിലും അടുത്തുണ്ടോ എന്ന് നോക്കി. പക്ഷേ അന്ന് ആരെയും കാണാനില്ലായിരുന്നു. എന്തായാലും പൂജ കഴിഞ്ഞ് നട അടക്കുന്നതുവരെ പൂന്താനത്തിന് അതേ ഭാഗം തന്നെ വീണ്ടും വീണ്ടും വായിക്കേണ്ടതായി വന്നു. ബാക്കിയുള്ള എല്ലാ ദിവസവും പൂന്താനം ആ ഭാഗം തന്നെ വായിച്ചുകൊണ്ടേയിരുന്നു എന്നർത്ഥം. അങ്ങനെ പൂജ കഴിഞ്ഞ് നടയടച്ച് പൂന്താനവും മറ്റു ഭക്തന്മാരും മടങ്ങി. അങ്ങനെ കുറേ നടന്നപ്പോൾ ഏകദേശം പകുതി ദൂരമായപ്പോൾ പൂന്താനത്തിന് മനസ്സിലായി താൻ തൻ്റെ ഭാഗവതം കൊട്ടിയൂർ അമ്പലത്തിൽ മറന്നു വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്ന്. പൂന്താനം തൻ്റെ മാറാപ്പ് തപ്പി നോക്കി. ഇല്ല, ഭാഗവതം മറന്നിരിക്കുന്നു. തിരികെ ക്ഷേത്രത്തിൽ പോകണം. പണ്ടത്തെ കാലമല്ലേ, ഭാഗവതം അധികം എവിടെയും കിട്ടാനുമില്ല. അതുകൊണ്ട് മടങ്ങി അമ്പലത്തിൽ പോയി ഗ്രന്ഥം എടുത്തുകൊണ്ടുവരികയേ നിവൃത്തിയുള്ളൂ. മാത്രമല്ല ആ ഭാഗവതം പൂന്താനത്തിൻ്റെ സന്തത സഹചാരിയായിരുന്നു. ഏത് അമ്പലത്തിൽ സപ്താഹം ചെയ്യുമ്പോഴും ആ ഭാഗവത ഗ്രന്ഥമാണ് പൂന്താനം വായിക്കാറുള്ളത്. അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് ആയിരുന്നു പൂന്താനത്തിന് ആ ഗ്രന്ഥത്തോട്. അതുകൊണ്ട്
ആ ഗ്രന്ഥം തന്നെ വേണമായിരുന്നു പൂന്താനത്തിന്. പൂന്താനം വീണ്ടും തിരിച്ച് അമ്പലത്തിലേക്ക് നടന്നു. അവിടെ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ആരുമില്ല. അമ്പലത്തിൻ്റെ നട അടച്ചിരിക്കുന്നു. ഇനി എന്തു ചെയ്യും എന്നാലോചിച്ചു നിന്നപ്പോൾ അകത്തു നിന്നും ഭാഗവത പാരായണം കേൾക്കുന്നുണ്ട്. പൂന്താനം താക്കോൽ ദ്വാരത്തിലൂടെ ഒളിഞ്ഞു നോക്കി. അപ്പോൾ അവിടെ കണ്ട കാഴ്ച, ഹരികൃഷ്ണ! ഭഗവാൻ ശിവൻ പാർവതി ദേവിക്ക് ശ്രീകൃഷ്ണ രുക്മിണി സംവാദം വായിച്ചു കേൾപ്പിക്കുന്നു. അത് വിശദീകരിച്ചു കൊടുക്കുന്നു. ചുറ്റും ഭൂതഗണങ്ങളും ഉണ്ട്. ഇതു കണ്ട പൂന്താനത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും പൂന്താനം അവിടെ തന്നെ നിന്നു. പൂന്താനത്തിൻ്റെ വിചാരം മഹാദേവൻ പൂന്താനത്തിനെ കണ്ടിട്ടില്ല എന്നാണ്. പക്ഷേ ഭഗവാൻ കാണാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൂന്താനം ഭഗവാൻ ശ്രീകൃഷ്ണ രുക്മിണി സംവാദം വായിച്ചു തീരുന്നതുവരെ അവിടെ തന്നെ നിന്നു. ആ ഭാഗം മുഴുവനും വായിച്ചു തീർന്നപ്പോൾ ഭഗവാൻ ഗ്രന്ഥം മടക്കി വെച്ചുകൊണ്ട് പാർവതിയോട് ചോദിച്ചു, ദേവി, എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ വായന? അപ്പോൾ പാർവതി ദേവി പറഞ്ഞു, നന്നായിരുന്നു, എന്നാലും പൂന്താനം വായിക്കുന്ന അത്ര വരുന്നില്ല. ഇത് കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, അത് അങ്ങനെ തന്നെയാണെന്ന് എനിക്കും തോന്നി. അപ്പോൾ ദേവി വീണ്ടും ചോദിച്ചു, എന്തിനാണ് പൂന്താനത്തിന് ഇങ്ങനെ പറ്റിക്കുന്നത്? അദ്ദേഹം അത് മുഴുവനും വായിച്ചു തീർത്തിട്ട് പോയിക്കോട്ടല്ലേ, വയസ്സായ ആളല്ലേ എന്ന്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അദ്ദേഹം കൃഷ്ണനെ പറ്റി വർണ്ണിക്കുന്നത് എത്ര കേട്ടിട്ടും എനിക്ക് മതിയാവുന്നില്ല. അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും ഞാൻ ആ ഏട് തിരിച്ചു വെച്ചു കൊണ്ടിരുന്നത്. എന്തായാലും അദ്ദേഹം ഈ ഭാഗവതം എടുക്കാൻ ഇങ്ങോട്ട് തന്നെ വരും. എന്നാൽ ഇതൊക്കെ കേട്ടുകൊണ്ട് പൂന്താനം അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പൂന്താനം ഭക്തി പാരവശ്യത്തോടെ ഗുരുവായൂരപ്പനെ കണ്ണടച്ച് കൈകൂപ്പി ഉറക്കെ വിളിച്ചു. പിന്നീട് കണ്ണു തുറന്നു നോക്കിയപ്പോൾ ദേവനും ദേവിയും മറഞ്ഞിരുന്നു. എന്തായാലും അവിടെ കൊട്ടിയൂർ അമ്പലത്തിൽ നിന്നും പൂന്താനത്തിന് തൻ്റെ ഭാഗവത ഗ്രന്ഥം കണ്ടുകിട്ടിയില്ല. പക്ഷേ പൂന്താനം ഒരു അശരീരി കേട്ടു. അത് ഇങ്ങനെയായിരുന്നു: വടക്കും നാഥനിൽ കൂത്തമ്പലത്തിൻ്റെ മുകളിൽ ഇറയത്ത് നോക്കിയാൽ ആ ഗ്രന്ഥം കിട്ടും എന്നായിരുന്നു അശരീരി. പൂന്താനം അവിടെ നിന്നും തിരിച്ച് വടക്കും നാഥനിൽ എത്തി. കൂത്തമ്പലത്തിൻ്റെ ഇറയത്ത് തപ്പി നോക്കിയപ്പോൾ പൂന്താനത്തിൻ്റെ കൊട്ടിയൂരിൽ മറന്നുവെച്ച അതേ ഭാഗവതം അവിടെ നിന്നും കിട്ടിയത്രേ. ഹരകൃഷ്ണ! ശ്രീ മഹാദേവന് പോലും ഗുരുവായൂരപ്പൻ്റെ കഥ കേൾക്കുകയാണ് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാമല്ലോ.